ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യം ഇന്ത്യ സ്വാതന്ത്ര്യമായ കാലഘട്ടം മുതൽ അല്ലെ ആ സമയം മുതൽ നമ്മൾ ഇതുവരെ പലതരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ വളരെ അധികം ക്രൈസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥകളിൽ കൂടെ മാത്രമാണ് ഇന്നും കടന്നുപോയിട്ടുള്ളത്. അത് ആഭ്യന്തരമായിട്ടായാലും ശരി, നമ്മൾ ആഗോളപരമായിട്ടായാലും നമ്മളുടെ ജിയോ പൊളിറ്റിക്കൽ സെനറിയോ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും ആഭ്യന്തരമായിട്ടുള്ള നമ്മളുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക കാലാവസ്ഥകൾ പരിശോധിക്കുമ്പോഴും എന്നും നമ്മൾ വളരെ പ്രതിസന്ധികൾ നേരിട്ട് നേരിടുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ പല മേഖലകളിലും അല്ലെങ്കിൽ പല രീതികളിലും നമ്മൾ കൈവരിച്ചിട്ടുള്ള ഒട്ടനവധി വിജയങ്ങളും നേട്ടങ്ങളും അല്ലെങ്കിൽ വികസനങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഈ പ്രതിസന്ധികളെ വളരെ വിജയകരമായിട്ട് രാജ്യം ഒറ്റക്കെട്ടായി നേരിട്ടത് കൊണ്ടും ഒക്കെ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ വളരെ സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക, സൈനിക, പ്രതിരോധപരമായിട്ടുള്ള രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈസിസ് മൊമെന്റിൽ കൂടെയാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം ആര് ഭരിച്ചാലും ശരി, നമ്മളെ വിദേശ ശക്തികൾ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ വികസനം എതിർക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഒരു വികസിത രാജ്യമായി കാണുവാൻ ആഗ്രഹിക്കാത്ത നമ്മളുടെ ശത്രു രാജ്യങ്ങൾ, അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഇങ്ങോട്ടുള്ള എല്ലാ രാജ്യങ്ങളും, നമുക്കൊരു പക്ഷേ വിരലിലെണ്ണാവുന്ന ചില രാജ്യങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ രാജ്യങ്ങളും തന്നെ നമ്മൾ ഒരു വികസിത രാജ്യമായി മാറുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രാജ്യങ്ങളാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ സാമ്പത്തിക യുദ്ധം, അത് ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ പ്രതിസന്ധിയിലാക്കും അല്ലെങ്കിൽ ആക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പരിശോധിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മൾ പുറമേ കേൾക്കുന്ന വാർത്തകളല്ല ശരിക്കും. ഇപ്പം ട്രംപ് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കൊണ്ടാണ് നമുക്കെതിരെ വ്യാപാര യുദ്ധം നടത്തുന്നതെന്നാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ടല്ല, കാരണം അമേരിക്കയും റഷ്യയുമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. പല രീതിയിലുള്ള കച്ചവടങ്ങൾ അമേരിക്ക റഷ്യയുമായിട്ട് നടത്തുന്നുണ്ട്. അപ്പം റഷ്യയുമായിട്ട് നമ്മൾ വ്യാപാരം നടത്തുന്നുണ്ടോ, റഷ്യയുമായിട്ട് നമ്മൾ സൗഹൃദം പുലർത്തുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് റേറ്റിൽ വൻതോതിൽ എണ്ണ കിട്ടുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മറ്റ് പല സോഴ്സുകളും നമുക്ക് ആശ്രയിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ നടത്തിയ വീഡിയോ നമ്മൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സാണ് എനർജി എന്ന് പറയുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ ക്രൂഡ്, എണ്ണ. എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെ. എന്നുവെച്ചാൽ എണ്ണ ഉൽപ്പാദനം ഇല്ലാത്ത രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ, ഇനി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളായാലും ശരി, അവർ ഈ എനർജി സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിതമെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന വ്യാവസായികവൽക്കരണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ഈ വികസനം, ഡെവലപ്മെൻ്റ് ഒക്കെ തന്നെ ഈ എനർജിയുടെ ലഭ്യത, ഒരു രാജ്യത്തിന് എത്രത്തോളം ചീപ്പായിട്ട് എനർജി ലഭിക്കും എന്നതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട്, പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം, റഷ്യ ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ കൊടുക്കാമെന്ന് സംബന്ധിച്ച് അവരുടെ ആഗോള വിപണിയിൽ വന്നതിന് ശേഷം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങളായിട്ട് ഇന്ത്യയും ചൈനയും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ എണ്ണ ലഭിക്കുക എന്നുള്ളത്, അത് റഷ്യയിൽ നിന്നാലും ശരി മറ്റേതെങ്കിലും രാജ്യത്തു നിന്നാലും ശരി, അത് ഇന്ത്യയുടെ വ്യാവസായികവൽക്കരണത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഘടകമായതുകൊണ്ട് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുന്നതിനെ തടയിടുക അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ പടിഞ്ഞാറൻകാരുടെ, അത് ട്രംപിൻ്റെ നയമല്ല, അമേരിക്കയുടെ നയമാണ് ശരിക്കും പറഞ്ഞത്. കാരണം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ്. ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നയമല്ലത്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അല്ലെ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ നയമാണത്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തടയുക. കാരണം ഇപ്പോൾ ഇന്ത്യ ഏകദേശം
കുറെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മനിയെ ഓവർകം ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് ഇന്ത്യക്ക് മുമ്പിൽ ചൈനയും അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവർ നമ്മളിൽ നിന്ന് ബഹുദൂരം മുമ്പിലാണ്. ഇന്നാൽ തന്നെയും മൂന്നാമത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ നിലനിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും, ചൈനയ്ക്കായാലും അമേരിക്കയ്ക്കായാലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ട് ഇപ്പോഴേ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഇതുപോലുള്ള നയങ്ങൾ ഇപ്പൊ ഇന്ത്യക്കെതിരെ മാത്രമല്ല, മറ്റ് ചൈന ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും, ചൈനയോട് അവർ അമേരിക്ക തുടരുന്ന നയം അത് തന്നെയാണ്. കാരണം ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ തടയുക, അതുവഴി അമേരിക്കയെ പിന്നെ മറികടന്ന് ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാതെ ചൈനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് ചൈനയ്ക്കെതിരെയുള്ള ഈ വ്യാപാര യുദ്ധം ട്രംപും അമേരിക്കയും നടത്തുന്നത്. അതേ യുദ്ധം തന്നെയാണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഒരു സമയത്ത് എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഈ പല രാജ്യങ്ങൾക്കും, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും, ഇന്ത്യ, ചൈന, വിയറ്റ്നാം, ഈവൻ പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും ജപ്പാൻ ആയാലും റഷ്യ ആയാലും ബ്രസീൽ ആയാലും ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അമേരിക്കയുടെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പിന്നെ വർദ്ധിച്ച തോതിലുള്ള സാമ്പത്തിക സമ്മർദ്ദം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പഴയതുപോലെ മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ മാറി വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ 11 വർഷം ഇന്ത്യ പലതരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഈ പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞാൽ നമ്മൾ 47 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉള്ള ഏഴര ദശാബ്ദക്കാലം മൊത്തം ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, സൈനിക മേഖലകളെല്ലാം തന്നെ നമുക്ക് ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്ന നേതൃത്വത്തിനും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾക്കൊക്കെ തന്നെ അതിനെ മറികടക്കാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാരിനും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ഈ പറഞ്ഞ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളും അവർ വിജയകരമായിട്ട് നേരിടുകയും അല്ലെങ്കിൽ അതിനെ മറികടക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എനർജി എക്കോണമി അല്ലെങ്കിൽ എനർജി ഡിപ്ലോമസി ഒക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരിടത്തും നമുക്ക് എണ്ണ അല്ലെങ്കിൽ എനർജി ലഭ്യമായില്ലെങ്കിൽ ലോകത്തിലെ മറ്റ് വിപണികളിൽ നമ്മൾ ആശ്രയിക്കുകയും ആ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ സൗഹൃദമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ ഏർപ്പെടുകയും ഒക്കെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വർദ്ധിച്ചു വരുന്ന എണ്ണ ഉപഭോഗത്തിൻ്റെ ആവശ്യകത നമ്മൾ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അതാത് ഗവൺമെൻറ്റുകളെല്ലാം തന്നെ കൃത്യമായി ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു സമയത്ത് അല്ലെങ്കിൽ ട്രംപ് വന്ന കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഒക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ രാജ്യത്തിൻ്റെ നമ്മളുടെ കയറ്റുമതിയുടെ നല്ലൊരു പങ്കും അല്ലെങ്കിൽ നമ്മുടെ മേജർ എക്സ്പോർട്ടുകളെല്ലാം തന്നെ എക്സ്പോർട്ടിൻ്റെ മേജർ പോർഷനും അമേരിക്കൻ വിപണിയെ ലക്ഷ്യമാക്കിയുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കൻ വിപണി നമുക്ക് നഷ്ടമാകുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ മൂല്യത്തിന് വലിയൊരു കുറവ് അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകാൻ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആദ്യം 25% ടാരിഫ് ഏർപ്പെടുത്തി, പിന്നെ 25% കൂടെ റഷ്യയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിച്ചില്ലെങ്കിൽ 25% കൂടെ ചുമത്തുമെന്ന് പറഞ്ഞാൽ അങ്ങനെ 50% നികുതിയാണ് ഇപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് അമേരിക്കയിൽ കൊടുക്കേണ്ടി വരുന്നത്. അത് റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധിക ചുങ്കം. പക്ഷേ അതിൻ്റെ പേരിലല്ല. കാരണം അമേരിക്ക റഷ്യയിൽ നിന്ന് യുറേനിയം, ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമായിട്ടുള്ള യുറേനിയം, ഓയിലും ഒക്കെ തന്നെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക റഷ്യയുമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുള്ള രാജ്യങ്ങൾ, ഒട്ടുമിക്ക രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുമായി കച്ചവടം നടത്തുന്നുണ്ട്. നേരിട്ടില്ലെങ്കിലും ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ. കാരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ മേടിക്കുന്ന ക്രൂഡ് ഓയിൽ അത് സംസ്കരിച്ച് അമേരിക്കയ്ക്കും യൂറോപ്പിലെ രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യൻ എണ്ണയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യയായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ റഷ്യയായിട്ട് കച്ചവടം നടത്തുന്നതല്ല പ്രധാന പ്രശ്നം. ഇന്ത്യക്ക് വളരെ ചീപ്പായിട്ടുള്ള എനർജി കിട്ടുകയും അത് നമ്മളുടെ വ്യാവസായികവൽക്കരണത്തെ പിന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ഒരു ലക്ഷ്യം അവർ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഈ പറഞ്ഞ നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ ട്രംപും അമേരിക്കയും തയ്യാറായിരിക്കുന്നത്.
അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനും പറ്റത്തില്ല. വിട്ടുവീഴ്ചയില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെയും അല്ലെങ്കിൽ താല്പര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഇന്ത്യയും തീർച്ചയായിട്ടും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യു എസിൽ തന്നെ അത് എതിർപ്പുണ്ടാക്കുന്ന കാര്യമാണ് ട്രംപിൻ്റെ പോളിസി. കാരണം ഉൽപ്പന്നങ്ങൾക്കെല്ലാം അവിടെ വൻതോതിലുള്ള ടാരിഫ് അല്ലെങ്കിൽ നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ വില നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ മേൽ കൂടുതൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ട്രംപിൻ്റെ ഈ ടാരിഫ് വാർ എന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് ആഭ്യന്തരമായിട്ട് തന്നെ അവിടെ ട്രംപിനെതിരെ ശക്തമായിട്ടുള്ള അമർഷങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ നികുതി വരുമാനം കിട്ടുമെങ്കിലും ജനങ്ങൾക്ക് കൂടുതൽ ആ, പൈസ കൊടുത്തിട്ട് വേണം ഓരോ ഉൽപ്പന്നങ്ങളും ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന, അതായത് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ, ചൈന, വിയറ്റ്നാം മുതലായ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അമേരിക്കൻ ജനങ്ങൾക്ക് കൂടുതൽ വില നൽകിക്കൊണ്ട് വേണം അവർക്കത് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ഉപയോഗിക്കുവാനോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളിൽ അത് അസ്വസ്ഥതയും അമർഷവും ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യയെ മാത്രമല്ല, ഇത് ആഗോള ഒരു പ്രതിസന്ധിയാണ്. കാരണം ഒട്ടുമിക്ക എല്ലാ ട്രേഡിംഗ് പാർട്ട്നേഴ്സിനും മേളിലും, അതായത് അമേരിക്കയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ട്രംപ് പലതരത്തിലുള്ള നികുതികൾ, പല റേറ്റിലുള്ള നികുതികൾ ചുമത്തിയിട്ടുണ്ട്. ചൈനയാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം ബാക്കി പറഞ്ഞ രാജ്യങ്ങൾ ഇന്ത്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഇല്ലേ, സൗത്ത് കൊറിയ, ജപ്പാൻ, റഷ്യയ്ക്ക് മേൽ ഓൾറെഡി ഉപരോധമുണ്ട്, അല്ലെങ്കിൽ നോർത്ത് കൊറിയയ്ക്കൊക്കെ മേൽ ഓൾറെഡി ഉപരോധമുണ്ട്, ഇറാന് മേൽ ഓൾറെഡി ഉപരോധമുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങൾ, ഇക്കണോമിക് സാങ്ഷൻ, അത് കോംപ്രഹെൻസീവാണ്, ആധികാരികമാണ്. ആ രാജ്യത്തിന് മൊത്തം സാങ്ഷനാണ്. ഇതിപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിൻ്റെ മുകളിൽ മാത്രം, ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മുകളിൽ മാത്രമാണ് ഇപ്പോഴുള്ള സാങ്ഷൻ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ടാരിഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ ട്രംപിൻ്റെ ഇരട്ട ടാരിഫിന് ശേഷം, അല്ലെ പ്രഖ്യാപനത്തിന് ശേഷം നമ്മളുടെ ഗവൺമെൻറ്റും മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തത്തില്ല, കൂടുതൽ എണ്ണ വാങ്ങുമെന്ന് നമ്മൾ ലോകത്തിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപ് പറയുന്ന പോലെ വളരെ ഈസി ആയിട്ട് അവരുടെ കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യൻ വിപണി ഫ്രീ ആയിട്ട് തുറന്നു കൊടുക്കത്തില്ല എന്നുള്ളൊരു പ്രഖ്യാപനവും നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. അത് വളരെ, പ്രത്യേകിച്ച് അമേരിക്ക, ട്രംപ് കണ്ണുവെക്കുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഡയറി ഇതുപോലുള്ള മേഖലകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് അവർക്ക് തുറന്നു കൊടുക്കണം എന്നുള്ള ഒരു, പിന്നെ എന്താണ് പറയുന്നത്, ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമ്മർദ്ദ തന്ത്രങ്ങളെല്ലാം ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കുന്നത്. പക്ഷേ അത്ര പെട്ടെന്ന്, ഇപ്പം നേരത്തെയുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അത്ര ഈസി ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് കീഴടക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഇന്ത്യയിൽ നമുക്കറിയാം, ഒത്തിരി ജനങ്ങളുടെ ജീവിതത്തെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കുന്ന പിന്നെ ഒരു കാര്യമായിരിക്കും അമേരിക്കയിലും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലെ മൾട്ടിനാഷണൽ കമ്പനീസിനും അല്ലെങ്കിൽ ഗ്ലോബൽ കോർപ്പറേഷൻസിനും. ഇപ്പോൾ അഗ്രികൾച്ചർ ആയാലും ഡയറി ഫാം ആയാലും അല്ലെങ്കിൽ മറ്റേത് മേഖല തന്നെ ആയാലും ശരി, പ്രത്യേകിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള, ക്രൂഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് അഗ്രികൾച്ചർ, ഡയറി ഫാം. കാരണം സാധാരണക്കാരുള്ള ഒത്തിരി ആൾക്കാർ ഈ മേഖലയിൽ അവരുടെ ജീവിതോപാധിക്ക് വേണ്ടി അവർ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വൻകിട കമ്പനികൾക്ക് ഈ വിപണി അത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ അത് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കുകയും അവരെ പട്ടിണിയിലാക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഗവൺമെൻറ് വളരെ കോഷ്യസ് ആയിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇത്ര പെട്ടെന്ന് ഈ പറഞ്ഞ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കോർപ്പറേഷൻസിന് ഇന്ത്യൻ വിപണി, അഗ്രികൾച്ചർ, ഡയറി ഫാം മുതലായിട്ടുള്ള വിപണി തുറന്നു കൊടുക്കത്തില്ല എന്നുള്ളത് ഗവൺമെൻറ് പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റായിട്ട് തൽക്കാലമെങ്കിലും അതൊന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമുക്കറിയില്ല, വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വിട്ടുവീഴ്ചകളായിരിക്കും ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ തൽക്കാലം പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം നമുക്ക് പിന്നീട് അത് പ്രാവർത്തികമാകും അല്ലെങ്കിൽ ആക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്കറിയില്ല. അപ്പം തീർച്ചയായിട്ടും
ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തേ വരത്തുള്ളൂ. ഈ പറഞ്ഞ ഭീഷണികളും സമ്മർദ്ദങ്ങളും നമുക്ക് പ്രതിരോധിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സാമ്പത്തികവും അല്ലെങ്കിൽ സൈനിക പ്രതിരോധ നമ്മുടെ സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട അവരുണ്ടാക്കി വെക്കുന്ന പ്രതിസന്ധികളെ നമുക്ക് തീർച്ചയായിട്ടും ശക്തമായിട്ട് രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ രാജ്യത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ. അത് എല്ലാ ജനങ്ങളും അതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ലെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും തീർച്ചയായിട്ടും രാജ്യത്തിനോട് പിന്നെ താല്പര്യവും കൂറും ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഭീഷണികളും സമ്മർദ്ദ തന്ത്രങ്ങളും നമുക്ക് അതിജീവിക്കാൻ ഇപ്പോൾ സാധിക്കും. കാരണം പഴയ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്നുള്ള കാര്യം ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പഴയതിലും ശക്തമായിട്ടുള്ള ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈവൻ ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവറായിട്ടുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും ഒക്കെ തന്നെ നമുക്ക് അതിജീവിക്കാൻ കഴിയുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വളർച്ചയുടെ പാതയിലേക്ക് നമുക്ക് നയിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായി നമുക്ക് മാറുവാനും കഴിയും. അതുകൊണ്ട് ട്രംപിൻ്റെ വിരട്ടലും അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും അധിക നാൾ നീണ്ടു നിൽക്കത്തില്ല. തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ട്രംപിനും ഒക്കെ തന്നെ ഇന്ത്യ, ചൈന അല്ലെങ്കിൽ ഈവൻ റഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും അവർക്ക് പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്ത് സന്ധി സംഭാഷണങ്ങളിൽ കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇതാണ് നമുക്ക് അപ്പം ഇതിന് പറയാൻ വന്നത്, നമ്മളിപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പോളിസി കാരണം ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ പുതുതായിട്ടുള്ളൊരു ഊർജിതമായിട്ടുള്ളൊരു ബന്ധം, ഒരു ത്രിമൂർത്തി സഖ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിലേക്ക് വഴിതെളിക്കുന്നതാണ് ഈ മൂന്ന് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട പിന്നെ ഉദ്യോഗസ്ഥരും നേതാക്കളും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിന്നെ വിസിറ്റുകളും സന്ദർശനങ്ങളും ചർച്ചകളും. പ്രധാനമന്ത്രി ഈ മാസം അവസാനം ചൈനയിലെ ഷാങ്ഹായ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോകുന്നുണ്ട്. 2018 ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ചൈനയിലേക്ക് പോകുന്നത്. അപ്പോൾ റഷ്യ, ഡോവൽ, ജയശങ്കർ അവരെല്ലാം തന്നെ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾ അവരുടെ പ്രതിനിധികളൊക്കെ തന്നെ വിസിറ്റും റീവിസിറ്റും ഒക്കെ തന്നെ കൗണ്ടർ വിസിറ്റുകളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ, റഷ്യ, ചൈന ഒരു ഊർജിതമായിട്ടുള്ളൊരു സഖ്യം, അതിനോടൊപ്പം തന്നെ ഇറാനെ ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ആക്സിസ്. ഇനിയും അമേരിക്കയുടെ നയങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതക്കുള്ളൊരു വഴി തെളിയുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നതാണ്. കാരണം ഈ ഇൻഡോ പസഫിക് ഓഷ്യനിൽ അല്ലെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിൽ ചൈനയെ എതിർക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ അമേരിക്കയ്ക്ക് അങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ചൈനയെ എതിർത്ത് തോൽപ്പിക്കാനുള്ളൊരു നല്ലൊരു അവസരം ഇതുവഴി ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടവും നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു വസ്തുത കൂടി ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ട്രംപിൻ്റെ ഈ ഒരു ശക്തമായിട്ടുള്ള ഈ വളഞ്ഞിട്ടുള്ള ആക്രമണം ഇന്ത്യക്കെതിരെ മാത്രമല്ല ചൈനയ്ക്കെതിരെയും റഷ്യക്കെതിരെയും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും ഇറാനെ കൂടെ കൂട്ടി ശക്തമായിട്ടുള്ള ആക്സിസ് ഉണ്ടാക്കി തൽക്കാലം അമേരിക്കയുടെ ഈ ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ളൊരു പ്രയാണം ആരംഭിക്കാനുള്ള സാധ്യതയ്ക്ക് വഴി തെളിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ പല കാഴ്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.